ദ റിയൽ കോച്ചിങ് ഫോർ ദി ടഫസ്റ്റ് എക്സാം. IIT-കളിൽ ഏകദേശം 1% സീറ്റുകളിൽ മാത്രമാണ് കേരളത്തിലെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അത് തന്നെ നല്ല IIT-കളിൽ എല്ലാവർക്കും താല്പര്യമുള്ള ബ്രാഞ്ചുകളിലൊന്നും നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. കൂടുതൽ കുട്ടികളും റിസർവേഷൻ കാറ്റഗറിയിലാണ് കയറുന്നത്. അത് തന്നെ ഏതെങ്കിലും IIT-യിൽ ഏതെങ്കിലും ബ്രാഞ്ചിലൊക്കെ. അപ്പോൾ ശരിക്കും അഡ്വാൻസ്ഡ് ലെവലിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും ഹെസിറ്റേഷൻ വേണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് അഡ്വാൻസ്ഡ് 2021 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ സിലിണ്ടറിക്കൽ ട്യൂബ് with its base as shown in figure is filled with water. It is moving down with constant acceleration A along a fixed inclined plane with angle theta equal to 45 degree. P1 and P2 represent pressure at points 1 and 2 respectively located at the base of the tube. If beta equal to P1 minus P2 rho GD, where rho is density of water, D is the inner diameter of the tube and G is the acceleration due to gravity, which of the following statements are correct? ഇതിങ്ങനെ താഴോട്ട് സ്ലൈഡ് ചെയ്യുന്നുണ്ടെന്നാ. അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ ആ വാട്ടർ ഈസ് ടു ബി ഒബ്സർവ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ട്യൂബ്. അത് താഴോട്ട് സ്ലൈഡ് ചെയ്യുക പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ നമ്മളുടെ സ്യൂഡോ ആക്സിലറേഷൻ അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ് എങ്ങോട്ടാണ് വരിക? അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇങ്ങോട്ട് വരും. അത് എത്രയുണ്ട്? അത് ആക്സിലറേഷൻ A ആണ്. ഓക്കെ, പിന്നെ G വെർട്ടിക്കലായിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ആക്സിലറേഷൻ എന്താ വരിക? ഇങ്ങോട്ടുള്ള ആക്സിലറേഷൻ ഇത് G/√2 ആണ്. G cos 45 പറഞ്ഞാൽ G/√2. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് ആക്സലേഷൻ ഡൗൺ ദ പ്ലെയിൻ, റിസൾട്ടൻ്റ് ആക്സലേഷൻ ഡൗൺ ദ പ്ലെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് പറയാം? റിസൾട്ടൻ്റ് ആക്സലേഷൻ ഡൗൺ ദ പ്ലെയിൻ പറഞ്ഞാൽ G/√2 പിന്നെന്താ -A പറയാം. G/√2 -A. നമ്മൾ സാധാരണ വെർട്ടിക്കൽ ഡിറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആക്സലറേഷൻ താഴോട്ടാണ്. അപ്പോൾ ആ ആക്സിലറേഷൻ്റെ ഡിറക്ഷനിൽ പോകുമ്പോൾ മേലെയുള്ള പോയിന്റിലുള്ളതിനേക്കാൾ പ്രഷർ കൂടുതലാവും താഴെയുള്ള പോയിന്റിൽ. അപ്പോൾ ആ ആക്സിലറേഷൻ്റെ ഡിറക്ഷനിൽ പ്രഷർ കൂടുന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആക്സിലറേഷൻ G/√2 ഇങ്ങോട്ടാണ്, -A പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. അപ്പോൾ നോക്കൂ, ഈ 2 എന്നുള്ള പോയിന്റിന് താഴെയാണ് 1 ഉള്ളത്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ പ്രഷർ കൂടുതലാവും. എത്ര കൂടുതലാവും? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പ്രഷർ അറ്റ് 1 P1 ദിസ് ഈസ് ഈക്വൽ ടു ഓക്കെ എന്താ H/ρg ആണ്. അതിൽ നോക്കൂ, ഇതാ ഈ ഡിറക്ഷനിലാണ് നമ്മൾ എടുക്കേണ്ടത്, ഈ ഡിറക്ഷനിൽ. അതിൽ ഇത് D ആണ്. ഓക്കെ, ഇതും D ആണ്. അപ്പോൾ ഇത് എത്ര വരും? 45 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇത് D√2 വരും. അപ്പോൾ ഹൈറ്റിന് പകരം അതാ വരിക, എന്ത്? D√2. H/ρg എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഹൈറ്റിന് പകരം ഈ ദൂരം വരും. ഓക്കെ, ഹൈറ്റിന് പകരം, കാരണം ഞാൻ ഈ ഡിറക്ഷനിലാണ് എടുക്കുന്നത്, ഈ ഡിറക്ഷനിൽ. ഓക്കെ, അപ്പോൾ ആ ഡിറക്ഷനിലെ ആക്സലറേഷനാണ് ഇപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഡിറക്ഷനിലെ നോക്കൂ, ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? D√2 വരും. അപ്പോൾ D ഉണ്ട്, പിന്നെന്താ √2 ഉണ്ട്. ഇത് H ആയി. ഓക്കെ, H/ρg എന്നാണ് വരണ്ടേ കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇത് H ഉണ്ട്, ഇനി റോ എന്താ? ഡെൻസിറ്റി റോ ഉണ്ട്, G ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ താഴത്തെ പ്രഷർ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H/ρg പ്ലസ് P2 എന്നാണ് വരിക. ഓക്കെ, H/ρg പ്ലസ് P2. അതല്ലെങ്കിൽ നമുക്കെന്ത് പറയാം? അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ P1 മൈനസ് P2 ഈക്വൽ ടു H/ρg വരും. റൈറ്റ്. അപ്പോൾ നോക്കൂ, P1 മൈനസ് P2 ഈക്വൽ ടു H/ρg. റൈറ്റ്. അപ്പോൾ P1 എഴുതി, ഇനി എന്താ? P1 മൈനസ് P2 ഓക്കെ ഈക്വൽ ടു H/ρg വരും. ഇവിടെ ബീറ്റ പറഞ്ഞാൽ നോക്കൂ, P1 മൈനസ് P2 ρg D ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് ചെയ്യാം. P1 മൈനസ് P2 പിന്നെന്താ? റോ ഉണ്ട്, G ഉണ്ട്, D ഉണ്ട്, ρgD. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതാ ഇവിടെ ρgD കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റോയും ഡിയും കട്ടാവും. താഴെ എന്താ? √2/G എന്ന് വരും ഇവിടെ, അല്ലേ? പുറത്ത് √2/G വരും. √2/G കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? 1 വരും. ഓക്കെ, പിന്നെ അടുത്തത് എന്താ വരിക? √2/G ഇൻറ്റു A വരും. √2/G ഇൻറ്റു A. ഇതാണ് അവർ പറഞ്ഞ ബീറ്റ. ഓക്കെ, ഇതാണ് അവർ പറഞ്ഞ ബീറ്റ, √2/G ഇൻറ്റു A. ഇനി ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്നറിയോ? A ഈക്വൽ ടു G/√2 ആകുമ്പോൾ ബീറ്റ 0 ആണെന്ന്. എക്ക് പകരം G/√2 കൊടുക്കുക. G/√2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ? √2/G ഇൻറ്റു G/√2 പറഞ്ഞാൽ 1 ആണ്. 1 - 1 പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ബീറ്റ 0 ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഓപ്ഷൻ കറക്റ്റാണ്. രണ്ടാമത്തത് എന്താ പറയുന്നതെന്നറിയോ? A G/√2 ആണെങ്കിൽ ബീറ്റ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന്. A G/√2 ആണെങ്കിൽ ബീറ്റ 0 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കറക്റ്റ് ആവില്ല, തെറ്റാ. പിന്നെ C എന്താ? A G/2 ആണെങ്കിൽ ബീറ്റ √2 - 1/√2 ആണെന്ന്. A G/2 ആകുമ്പോൾ അപ്പോൾ ഇവിടെ എക്ക് പകരം G/2 കൊടുക്കുക ഇവിടെ.
അപ്പോൾ ജിയും ജിയും കട്ടാവും. √2/2 പറഞ്ഞാൽ 1/√2 വരും. അപ്പോൾ 1 - 1/√2 എന്ന് പറഞ്ഞാൽ √2 - 1 ഹോൾ ഡിവൈഡ് ബൈ √2 വരും. അതായത് ഈ സാധനം കറക്റ്റാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നോക്കൂ, g/2 ആണെങ്കിൽ ബീറ്റ ഇതാണ്, g/2 ആണെങ്കിൽ ബീറ്റ 1/√2 ആണ്. അപ്പോൾ ഇത് തെറ്റാ. ഓക്കെ, അപ്പോൾ എയും സിയും മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഈ അഡ്വാൻസ്ഡിന് വരുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.